ഭക്ഷണമായിരുന്നു അല്ലേ? ഈ വീക്കെൻഡ് ആയിട്ട് കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാ ഓഹോ എന്തൊരു സുഖം. എനിക്കൊരു ആശ്വാസം ഉണ്ട് 2 ദിവസം. ഹലോ, അതെ കുറച്ച് കാലം ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കണം. എന്താണ്? ഇവന്റെ കൂടെ എപ്പോൾ പുറത്ത് പോയാലും ഏട്ടനാണല്ലോ പൈസ കൊടുക്കണം. അവൻ ഒരു കാര്യത്തിനും പൈസ തരുന്ന ഞാൻ കാണിട്ടില്ല. ഏട്ടൻ എന്തായാലും അവൻ്റെ അടുത്ത് കണക്ക് പറഞ്ഞ് പൈസ ഒക്കെ മേടിക്കണം. നീ എന്താ വിചാരിച്ചേ? ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആണുങ്ങളുടെ മിക്കവാറുള്ള ഫ്രണ്ട്ഷിപ്പിലുണ്ടല്ലോ ഈ 5 രൂപയുടെയും 10 രൂപയുടെയും കണക്ക് ഞങ്ങൾ പറയാറില്ല. എനിക്കൊരു പ്രശ്നം വന്ന കാലത്തുണ്ടല്ലോ അവൻ എത്ര ഫുഡിന് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? അതിൻ്റെ കണക്ക് അവൻ ഇന്നേവരെ ചോദിച്ചിട്ടുമില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. അതൊരു പ്രശ്നമല്ല നമുക്ക്. നിങ്ങൾ ഈ 5 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ 100 മെസ്സേജ് അയക്കണ പോലെ അല്ല. നമ്മൾ അതൊന്നും ചോദിക്കില്ല. അതൊക്കെ മനസ്സിലാക്കുക. അതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. ശരി ഏട്ടാ, മോശമായിപ്പോയി. ശരി, ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. നിന്നോട് ഞാൻ പറയാതിരിക്കായിരുന്നു. ഇന്നത്തെ 25 പൗണ്ടായി. അത് നീ ഇന്ന് തന്നെ എനിക്ക് അയച്ചേക്കണം. പിന്നെ 2-3 ആഴ്ചയുടെ പൈസ ഞാൻ വാട്സാപ്പിൽ 2-3 പ്രാവശ്യം അയച്ചിട്ടുണ്ട്. നീ അത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാമെന്ന് എനിക്കറിയാം. പിന്നെ ഞാനാണ് കാർ എടുക്കുന്നത്. അതിന്റെ പെട്രോളിന്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായല്ലോ?